ശരിക്കും പറഞ്ഞാൽ ഒരു സീറോ കോസ്റ്റ് കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകളും കഞ്ഞിവെള്ളവും പിന്നെ ചായക്കൊത്തും ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറികളുടെ വളങ്ങൾ. വില കൊടുത്ത് അങ്ങനെ ഞാൻ ഒരു വളങ്ങളും വാങ്ങാറേ ഇല്ല. നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളെ അപ്പം തന്നെ നമ്മളങ്ങ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി സമയം മെനക്കെടുത്തി അതിന് പുറകിൽ നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. അതൊരു നല്ല കമ്പോസ്റ്റായിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാഴ്ചക്കകം എത്തിക്കോളും. അതിനുവേണ്ടി ഞാൻ കുറച്ച് സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. 2 കാര്യങ്ങളാണ് ഒരേ സമയം നടക്കുക. നമ്മുടെ പച്ചക്കറികൾക്കുള്ള വളവും നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഒരു സ്ഥലവും. എന്താണേലും കിച്ചണിൽ നിന്ന് നമുക്ക് ഡെയിലി വേസ്റ്റ് മാറ്റണം. ആ മാറ്റുന്നത് ഒരു ചുവട് വെച്ച് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ പുറകിൽ നിൽക്കുകയും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് വളമായിട്ടും സ്ലറിയായിട്ടും മാറിക്കോളും. അങ്ങനെ നമുക്ക് ഡെയിലി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ മൂട് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. വിടിയിക്കാതെ ഇവിടെ വെച്ച് മുറിക്കുക. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഹോൾസ് ഇടണം. അതിനായിട്ട് നമ്മുടെ മണ്ണെണ്ണ വിളക്കുണ്ടല്ലോ, അതൊന്ന് കത്തിക്കുക. എന്നിട്ട് പപ്പടം കുത്തിയുണ്ട് ചൂടാക്കുക. കുറേ ഹോൾസ് ഇടുക. അങ്ങനെ ഞാനേ നമ്മുടെ ഈ കുപ്പിക്ക് കുറേ ഹോൾസ് ഇട്ടു. ഇങ്ങനെ കുറേ ഹോൾസ് ഇട്ടത് വഴി നമ്മൾ ഒഴിക്കുന്ന വെള്ളം, അതായത് നമ്മൾ പച്ചക്കറികളിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളം ഒന്നും ഇതിനകത്ത് കെട്ടിക്കിടക്കില്ല. ഇതുവഴി താഴേക്ക് പൊക്കോളും. അതുപോലെ തന്നെ പച്ചക്കറികൾ അളിഞ്ഞ് വരുമ്പോഴുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതും എല്ലാം ഈക്വലായിട്ട്, അതായത് ഇവിടെ എന്തെങ്കിലും കാരണവശാൽ അടവ് വന്നാൽ പോലും ഇതുവഴി താഴേക്ക് പോകും. ഇത് എൻ്റെ ഒരു വഴുതനയാണ്. ഇതൊരു ചെടിച്ചട്ടിക്കകത്ത് നട്ടിരിക്കുന്നത്. ഇതേ ഒരു പൊട്ടിയ ചെടിച്ചട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൃഷികളൊന്നും ഒരു വലിയ എക്സ്പെൻസീവ് പരിപാടിയേ അല്ല. എന്തൊക്കെ പൊട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടോ അതിലെല്ലാമാണ് ഞാൻ മിക്കവാറും പച്ചക്കറികൾ നടുന്നത്. അല്ലെങ്കിൽ അരിച്ചാക്ക്, പിന്നെ വളച്ചാക്ക്, അതൊക്കെയാണ് എൻ്റെ ഗ്രോ ബാഗുകൾ കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചെടിച്ചട്ടി എടുത്തു. അതിനകത്ത് ഇങ്ങനൊരു കൊച്ചു കമ്പ്, അത് ഇവിടെ അങ്ങ് കൊത്തി കൊടുക്കുക. അതായത് ചട്ടിയുടെ എൻഡിലോട്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ എൻഡിലോട്ടാകണം. ഒരു കാരണവശാലും നമ്മുടെ ചെടിയുടെ അടുത്തോട്ടാകരുത്. അതിൻ്റെ വേരുകളൊന്നും മുറിച്ച് കളയാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുക. കുത്തി അകത്തോട്ട് ഞാൻ ഇറക്കി. ഇതാണ് നമ്മുടെ ആ കമ്പ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വയ്ക്കുന്ന ഈ ഒരു കുപ്പിയുണ്ടല്ലോ, അതിനെ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിരുത്താൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, ഈ മണ്ണിലേക്ക് നമ്മുടെ കുപ്പി അങ്ങ് ഇറങ്ങിക്കോളും. ഇതേ കുപ്പി അവിടെ ഫേമായിട്ട് നിൽക്കും. നമ്മൾ കുപ്പി ഇങ്ങനെ ചട്ടിക്കകത്ത് കുത്തി, അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. അകത്ത് കണ്ടോ കമ്പുമുണ്ട്. അപ്പോൾ ആ കമ്പിൽ ഹോൾഡ് ചെയ്ത് ഇതിവിടെ ഇരുന്നോളും. ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, കാരണം ഇതെല്ലാം മണ്ണായതുകൊണ്ട് അകത്തോട്ടങ്ങ് ഇരിക്കും. ഇതെല്ലാം ഇന്നലത്തെ നമ്മുടെ കിച്ചൺ വേസ്റ്റുകളാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ തോരൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ട്, പിന്നെ മലക്കറികളുടെ വേസ്റ്റ് ഉണ്ട്, പഴത്തൊലിയുണ്ട്, പിന്നെ ഉള്ളിത്തൊലിയുണ്ട്. ഇനി ഇല്ലാത്തതൊന്നുമില്ല. ഒരു വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ കുപ്പിയുടെ അടപ്പ് തുറന്നു വയ്ക്കുക, ഇങ്ങനെ ഇടുക. വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെറുതായിട്ട് മുറിച്ചാൽ അത്രയും നല്ല കേട്ടോ, കാരണം കുപ്പിയുടെ തുറപ്പ്, ആ ഓപ്പണിംഗ് ഏരിയ വളരെ കുറവാണല്ലോ. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത നമ്മുടെ ഫുഡ് വേസ്റ്റിനകത്ത് പഴത്തൊലിയുണ്ട്, പിന്നെ പച്ചക്കറികളുടെ കട്ട് പീസസ് ഉണ്ട്. പഴത്തൊലിയൊക്കെ റിച്ച് ഇൻ പൊട്ടാസ്യം ആണല്ലോ. അങ്ങനെ പല പല സാധനങ്ങൾ വരുമ്പോഴേക്കും ഒരുവിധ ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ പച്ചക്കറി വേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. ഇത് ഞാനിങ്ങനെ ഉണങ്ങി ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനടിയിൽ ഒരു കളർ ഡിഫറൻസ് കാണാം, കാരണം ഇതിനകത്ത് മുട്ടത്തോടും കൂടി ഇട്ട് പൊടിച്ചതാണ്. ഇത് നമ്മുടെ ചായക്കൊത്ത് അല്ല ചായച്ചണ്ടി എന്ന് പറയുന്നതാണ്.
ഇത് നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ലപോലെ ആ ചായക്കുത്തിനെ നമ്മൾ ആ ഫിൽറ്ററിൽ വെച്ച് തന്നെ, ആ അരിപ്പയെ വെച്ച് തന്നെ വെള്ളത്തിലൊന്ന് കഴുകും. അങ്ങനെ പാലും പഞ്ചസാരമായും എല്ലാം കളഞ്ഞിട്ട് ഡെയിലി ഒരു കണ്ടെയ്നറിനകത്തിട്ട് വയ്ക്കും. ആ കണ്ടെയ്നർ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളതിനെ വെളിയിൽ വെച്ച് ഉണങ്ങിയെടുക്കും. ആ ഉണങ്ങുന്ന സാധനം നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. അതാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയ തന്നെ എടുത്ത് വയ്ക്കണം. ചായക്കുത്ത് നൈട്രജൻ റിച്ച് ആണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ലെയർ ഇടുന്നത് ഇതാണ്. സോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചായക്കൊത്ത് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ടേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഇതാണ് നമ്മുടെ കിച്ചണിലെ കഞ്ഞിവെള്ളം. ഇതൊരു 2 ദിവസം പഴക്കമുള്ളതാട്ടോ, അതുകൊണ്ട് കുറച്ച് പുളിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് അധികം വേണ്ട, അതുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കാം. അതും നമ്മൾ ചെടിയുടെ ചോട്ടിലോട്ടല്ലല്ലോ ഒഴിക്കുന്നത്, നമ്മളുടെ ഈ ബോക്സിലേക്ക്, അതായത് നമ്മുടെ ഈ കുപ്പിക്കകത്തോട്ട് ഒഴിക്കുക. മതി, ആവശ്യത്തിന് മാത്രം മതി. ഇത് അധികം ഒഴിക്കുകയേ വേണ്ട. ഇനി എഗെയിൻ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടാം. എത്രത്തോളം ഫുഡ് വേസ്റ്റ് ഉണ്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുപ്പികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലും ഈസി ആകും. അതെല്ലാം നമുക്കിടാൻ പറ്റും. പിന്നെ ഈസി ആയിട്ടൊരു വളവും കിട്ടും, വേസ്റ്റ് ഡിസ്പോസലും നടക്കും. 2 കാര്യങ്ങളാണ് ഒരേ സമയം നടക്കുക. നമ്മുടെ പച്ചക്കറികൾക്കുള്ള വളവും നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഒരു സ്ഥലവും. ഇപ്പം കണ്ടോ, ഈ കുപ്പി നിറച്ചായി. അടുത്തതായിട്ടേ അടുത്ത ലെയർ നമ്മുടെ ചായക്കൊത്ത്. അതുകൂടെ ഇട്ടു. പിന്നെ ഇതുകൊണ്ട് മാത്രമായില്ല കേട്ടോ, ഇനിയുണ്ട് കാര്യം. നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഇതിങ്ങനെ അടച്ചു വെച്ചാലും നമ്മളുടെ ഇവിടെ കാക്കകളുടെ ഭയങ്കര ശല്യമാണ്. ഇതെങ്ങനെ ഇതിനകത്തുനിന്ന് ഈ ഫുഡ് വേസ്റ്റ് എടുക്കാമെന്ന് അവരാലോചിക്കും. അപ്പോൾ അവരെ ഒന്ന് പറ്റിക്കാനായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. കാക്കകളെ പറ്റിക്കുക മാത്രമല്ല, ഒരു പുഴുവോ ഒരു മണമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ കാക്ക വന്ന് നോക്കുമ്പം ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മണ്ണിങ്ങനെ ഇടുന്നത് വഴി ഒരു പുഴുവോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും വെളിയിലോട്ട് വരികയില്ല. എന്നിട്ട് നമ്മുടെ പാത്രം അങ്ങ് അടയ്ക്കുക. അടച്ചുകൊണ്ട് മാത്രമായില്ല, കാക്ക ഇത് തുറക്കുകയും ചെയ്യും കേട്ടോ. അതിനായിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. അത് നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ്. ഇതേ ഒരു ചിരട്ട. ഈ ചിരട്ട എടുത്ത് നല്ല ടൈറ്റായിട്ട് അങ്ങ് അടച്ചു കൊടുക്കുക. സോ ഇവിടെ കൊണ്ട് നമ്മുടെ കാര്യം തീർന്നു. അപ്പം നമ്മുടെ ഒരു കമ്പോസ്റ്റ് പൈപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചെടികൾക്ക് ഡെയിലി വളം കിട്ടുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് നമുക്ക് കഞ്ഞിവെള്ളം ഡെയിലി ഒഴിച്ചാൽ മതി. അപ്പോൾ ആ സ്ലറി ഇവർക്ക് കിട്ടും. ഇത് കമ്പോസ്റ്റ് ഓരോ ദിവസം തോറും ഡൈജസ്റ്റ് ചെയ്ത് താഴേക്കാകും. അപ്പോൾ നമുക്കിതെടുത്ത് ഈ ചെടിച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ ചെടിച്ചട്ടിക്കകത്തെ കമ്പോസ്റ്റ് പൈപ്പ്. പല കാര്യങ്ങൾ ഒന്നിച്ച് സാധിച്ചു. വളം മേടിക്കാനുള്ള പൈസ ലാഭിച്ചു, നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഡിസ്പോസലായി, പിന്നെ നമ്മുടെ ചെടികൾക്കൊരു ഉഗ്രം വളവുമായി. അത് നമ്മൾ വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് അതിനകത്തുള്ള സ്ലറിയും താഴേക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കാക്കകൾ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഞാനിത് നല്ല തിക്കായിട്ടുള്ള ഇങ്ങനത്തെ, ഇത് ഈ എൻ ഗ്യാപ്പാണ്, ഈ പൈപ്പിൻ്റെയൊക്കെ എൻ ഗ്യാപ്പ്, അത് വെച്ച് കൂടെ മൂടി വെച്ചിരിക്കുകയാണ്. ഇതും അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. ചെടിച്ചട്ടിയിൽ മാത്രമല്ല കേട്ടോ, നമുക്കിത് നിലത്തും ചെയ്തെടുക്കാം. ഇതെല്ലാം എൻ്റെ ബീട്രൂട്ടാണ്. 1, 2, 3 എണ്ണം ഇവിടെയുണ്ട്. പിന്നെ ഇതിനടിയിലും കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം നമ്മൾ ഇതും ഒരു ബീട്രൂട്ടാണ്. അപ്പം ഈ ഏരിയയിലെല്ലാം നമ്മൾ ബീട്രൂട്ടുകൾ നടുന്ന ഏരിയ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇതൊന്നും കായായി വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കിതിൻ്റെ നടുക്ക് തന്നെ കുഴിക്കാം.
ബീട്രൂട്ടൊക്കെ ആയി വരാൻ ശരിക്കും സമയം എടുക്കുമല്ലോ. അപ്പോഴേക്കും ഇതിൻ്റെ നടുക്ക് നമുക്ക് നല്ല വളം കൂടെ ആക്കി കൊടുക്കാം. ഒരു കുപ്പിക്ക് കയറി ഫിറ്റായിട്ടിരിക്കാനുള്ള ഒരു സ്ഥലം നമ്മളുണ്ടാക്കി. നമ്മളെടുത്തിരിക്കുന്ന കുപ്പി ഇതാണ്. കുറേയേറെ ഹോളുണ്ട്. ഇത് പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച കുപ്പിയാണ്. എന്നിട്ട് ഇതിനെ നടുക്കോട്ടങ്ങ് കുഴിച്ചിടുക. ഇവിടെ ആകുമ്പോൾ കമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം നല്ലപോലെ നമുക്ക് മണ്ണുണ്ട്. മണ്ണിലോട്ട് കുഴിച്ചിടാം. ഇവിടെ ഫേമായിട്ടിരുന്നോളൂ. അതിനുശേഷം നമ്മുടെ ഓപ്പണിംഗ് തുറക്കുക. അതിലേക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ ഇടുക. ചെറിയ പീസായിട്ട് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. ഇന്നലത്തെ വാഴയ്ക്ക മാത്രമാണ് ഇച്ചിരി വലുത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണങ്ങിയ ചായപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് കഞ്ഞിവെള്ളം കണ്ടോ, ഹോളിൽ കൂടെ താഴേക്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതൊന്നും ഇതിനകത്ത് അടിഞ്ഞു കിടന്ന് പുഴുക്കളോ ഒന്നും ഉണ്ടാവില്ല. ഇതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. ഏതൊരു കമ്പോസ്റ്റ് പൈപ്പിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ പുഴു വരില്ല, ഒരു ബാഡ് സ്മെല്ലോ ഒന്നും വെളിയിലോട്ട് വരില്ല. ഇനി ഇങ്ങനെ അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതിനെ മൂടി വയ്ക്കണം. മൂടുന്നതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചിരട്ട വെച്ച് മൂടി, നമ്മുടെ കാക്കകളെ പറ്റിക്കാനാണേ. പിന്നെ ഇതും വെച്ച് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തങ്ങ് വെച്ചിരിക്കുകയാണ്. ഇത് പൊക്കിയെടുത്ത് കാക്കകൾ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ കൃഷികളെല്ലാം തന്നെ നിലത്താണല്ലോ. പിന്നെ എനിക്ക് ഇങ്ങനൊരു ചെറിയ ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ മണ്ണിട്ട് പൊക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മുളക്, ചീര, പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നടുന്ന ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ചെറിയ ചെറിയ പൈപ്പ് കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഈ ഏരിയയിലെ പൈപ്പ് കമ്പോസ്റ്റുകളാണ്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെയുണ്ട്. ആ കാണുന്നതും എൻ്റെ ഫുഡ് വേസ്റ്റ് നിറച്ചിരിക്കുന്ന കമ്പോസ്റ്റ് കുപ്പികളാണ്. എൻ്റെ കൂട്ടുകാരൻ ഇന്ന് എത്തിയപ്പോൾ താമസിച്ചു പോയി. എവിടെ ആയിരുന്നു അക്കുച്ചു? എവിടെ പോയായിരുന്നു? എന്താ ലേറ്റായേ?